ഇത് സംഭവം രാവിലെ ഒരു നമ്മുടെ 7 മണിക്ക് പോകാൻ പറ്റും. പോത്തിനെ കെട്ടിയിട്ട് പോയി. കെട്ടിയിട്ട് പോയിട്ട് ഞാൻ പള്ളിയിൽ പോയി. പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ ഇതിങ്ങനെ രണ്ട് സംഭവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കടുവയാണ് സാധനം. കടുവേൻ്റെ കാൽപ്പാടൊക്കെ ഉണ്ട്. ഒന്നിനെ വലിച്ചോണ്ട് പോയി, ഒന്നിനെ ഇവിടെ തന്നെ പിടിച്ചിട്ടു. അടുപ്പിച്ച് 1-2 കേസ് കെട്ടായിട്ട് നിൽക്കുന്നത്. പകൽ പോലും ഇവിടെ പറമ്പിൽ പണിയെടുക്കാനോ മറ്റുള്ള കാര്യത്തിന് പറ്റാണ്ടായി. കഴിഞ്ഞ് കൂട് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നിനെ അവർ തന്നെ നമ്മളെ കുഴിച്ചിട്ട് എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. കടുവ ചിലപ്പോൾ പറയാൻ പറ്റില്ല, 1-2 ഉണ്ടോ, പെരുകി വരും. ഇതിന് നടപടി ഒന്നും എടുക്കുന്നില്ല, തീരുമാനമാക്കുന്നില്ല. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വാങ്ങിയ സാധനമാണ്. 3 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് 3 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ സാധനമാണിത്. ഞങ്ങൾക്ക് പറമ്പ് പണിയെടുക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. ചുറ്റുംപുറം കാടാണ്, ഇവിടെ പ്രശ്നങ്ങളാണ്. ഇവിടെ ഒരു ജനങ്ങൾക്ക് ഭയങ്കര ഭീഷണിയാണ്, ജീവിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നെന്മേനി പഞ്ചായത്തിൽപ്പെട്ട ചീരാലിനടുത്തുള്ള വെള്ളച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ വന്നിരുന്നു റെജി എന്ന് പറയുന്ന ചേട്ടൻ്റെ പശുക്കിടാവിനെ പുലി പിടിച്ചതുമായിട്ടുള്ള ആ ഒരു സംഭവം, അതുപോലെ തന്നെ ആ പുലിക്ക് വേണ്ടി കൂട് വെക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ അന്ന് കാണിച്ചിരുന്നു. അതിനുശേഷം ഒരു ഏകദേശം 1 വർഷം ആകാറായി. അതേ പറമ്പിൽ അതേ സ്ഥലത്ത് അതേ ആളുടെ തന്നെ 2 പോത്തുകളെ ഇപ്പോൾ കടുവ പിടിച്ചിരിക്കുകയാണ്. 2 പോത്തുകളെയും കൊന്നു. ഒരു പോത്തിനെ പാതി ഭക്ഷിച്ച നിലയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതേ രാവിലെ കെട്ടിവെച്ചിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. ഏതായാലും നമ്മൾ ഇന്ന് ആ ഒരു പറമ്പിലേക്കാണ് പോകുന്നത്. ഇന്ന് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂറായിട്ടുള്ളൂ. ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ കടുവ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഏതായാലും റിസ്ക് എടുത്ത് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ഏതായാലും നമുക്ക് ആ ഒരു പ്രദേശം ഒന്ന് കാണാം. അതുപോലെ തന്നെ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളോട്, അതുപോലെ തന്നെ ആ പോത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ചേട്ടനോട് നമുക്കിതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ അതിനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പറമ്പിലാണ് ഈ ഒരു സംഭവം നടന്നത്. അവരുടെ പറമ്പ് കുറച്ച് മുകളിലായിരുന്നു. പോത്ത് 2 കൂടെ കിടക്കുന്നത് ഈ ഒരു പ്രദേശത്താണ്. ഇപ്പോൾ കടുവയാണെന്ന് സ്ഥിരീകരിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചാനലുകാരും ഒക്കെ ഉണ്ട് ഇവിടെ. ഏതായാലും എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം. അതിനെ ദുർഗണം പിടിച്ചൊരു വഴി തന്നെ. അപ്പോൾ ആളുകൾ നടന്നാണ് ഇത്രയും വഴിയായത്, അല്ലെങ്കിൽ മൊത്തം കാട് പിടിച്ച് കിടന്ന പ്രദേശമായിരുന്നു കേട്ടോ. മൂന്നാമത്തെ നമ്മൾ കഴിഞ്ഞ വർഷം റീച്ചാറിൻ്റെ അടുത്ത്, അത് റീ എന്നാണ് ഈ ചേട്ടൻ്റെ പേര്, നമ്മൾ ഒരു 6-7 മാസം മുന്നേ നമ്മൾ ഇതേ പറമ്പിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ വന്നിരുന്നു കേട്ടോ. ഇവിടെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും കിടക്കുന്നത്. ചേട്ടൻ്റെ പേര് റെജി അല്ലേ? എൻ്റെ പേര് റെജി. ഈ സ്ഥലം വെള്ളച്ചാൽ ചീരാൽ. ഇത് എത്ര മണിയായപ്പോഴാണ് ഈ സംഭവം? ഇത് സംഭവം രാവിലെ ഒരു നമ്മുടെ 7 മണിക്ക് പോകാൻ പറ്റും. പോത്തിനെ കെട്ടിയിട്ട് പോയി. കെട്ടിയിട്ട് പോയിട്ട് ഞാൻ പള്ളിയിൽ പോയി. പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ ഇതിങ്ങനെ രണ്ട് സംഭവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കടുവയാണ് സാധനം. കടുവേൻ്റെ കാൽപ്പാടൊക്കെ ഉണ്ട് ആണല്ലേ? ഞാൻ മറ്റേ 2 പോത്തിനെ അവിടെ കെട്ടിയത്. ഒരു പോത്തിനെ നമ്മുടെ അവിടെ കെട്ടി, ആരെ തന്നെ കെട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വന്ന് നോക്കുമ്പോൾ 2 പോത്തും ചത്ത് കിടക്കുകയാണ്. നമ്മുടെ കടുവേൻ്റെ പാടുകളുണ്ട്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചോണ്ട് ഒന്നിനെ വലിച്ചോണ്ട് പോയി, ഒന്നിനെ ഇവിടെ തന്നെ പിടിച്ചിട്ടു. ഇവിടെയാണ് കെട്ടിയിരുന്നത്? ഇവിടെയാണ് കെട്ടിയിരുന്നല്ലേ? താഴെ വന്നിട്ടുണ്ട് ആണല്ലേ? ഇതിപ്പോൾ എത്ര മാസം പ്രായമുള്ള? 1 വയസ്സിന് മേലുണ്ടോ? 2 വയസ്സുണ്ട്. 2 വയസ്സുണ്ടല്ലേ? അടുത്ത എവിടെയാ? അടുത്ത തൊട്ട് താഴെ തന്നെ അല്ലേ? ജസ്റ്റ് കാൽപ്പാട് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞേ? കാൽപ്പാട് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കാൽപ്പാടൊക്കെ മാഞ്ഞു പോയി. ജനങ്ങൾ കുറേ ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. കാൽപ്പാടിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടോ? ഫോട്ടോ ഉണ്ടല്ലേ? രണ്ടും 2 വഴിക്കാണ് കിടന്നേ? രണ്ടും 2 വഴിക്കാണ്. ഇതൊക്കെ എന്താ ഈ ഇതിങ്ങനെ കിടക്കുന്നത്? ഇതെന്താ? ഇത് പൈപ്പാ.
അല്ല ഇത്രയും ഈ തെളിഞ്ഞു ഇത് ചവിട്ടി ഇതാക്കിയതാ ആൾക്കാർ തന്നെ ഒരു പോത്ത്. ഓ ഇന്ന് തന്നെ പിടിക്കാൻ വന്നപ്പോൾ മൽപ്പിടുത്തം നടന്ന. ഓഹോ. അപ്പോൾ ഇവിടെ കുറേ കാൽപ്പാട് ഉണ്ടാവുമായിരിക്കുമല്ലോ. ഉണ്ടാവും. അന്ന് ചേട്ടൻ തന്നെ ഒരു പോത്തിന് അല്ലേ കഴിഞ്ഞ ഇപ്പോൾ എത്ര നാളെയാ സംഭവം? അത് നമ്മൾ ഒരു കൊല്ലം ആയിട്ടുള്ളൂ. ഒരു കൊല്ലം പോത്തല്ല കിടാവ്. ഒരു കൊല്ലം ആയില്ലേ? അത് ആയി. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നായിരുന്നു കേട്ടോ. നോക്കാം സൈഡിൽ കൂടെ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാമോ? ഓക്കെ. ഈ സാധനം ഉള്ളതുകൊണ്ടേ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല, ക്യാമറ ഉള്ളതുകൊണ്ടേ. അതായത് ദുർഗണം പിടിച്ചൊരു സ്ഥലത്ത് തന്നെയായിട്ട് കിടക്കുന്നത്. അതിന് അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. ഇത്രയും നേരം ഇവിടെ കംപ്ലീറ്റ് ആളുകളായിരുന്നു. ഏതായാലും അടുത്ത പോത്ത് ഇവിടെ കിടപ്പുണ്ട്. പോത്തിൻ്റെ പുറകുഭാഗം ഒരു കാലിൻ്റെ ഭാഗം കംപ്ലീറ്റ് ഭക്ഷിച്ച നിലയിലാണ് കേട്ടോ. എല്ലാവരും ചവിട്ടി നശിപ്പിച്ചു പോകണല്ലേ കാൽപ്പാടുകൾ. ഉണ്ടോ? ആൾക്കാർ കംപ്ലീറ്റ് മനുഷ്യർ നടന്നിട്ടേ അവിടെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ആംബിയൻസ് ഇതാണ് കേട്ടോ. ഇവിടെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇവിടെയാണ് സംഭവം കിടക്കുന്നത് കേട്ടോ. പറഞ്ഞ സംഭവം ഇല്ലാത്ത സാധനം ഇപ്പോൾ നമുക്ക് നോക്കി നിന്നിട്ട് കാര്യം. ചേട്ടാ അപ്പോൾ ഫോറസ്റ്റുകാർ എന്താ വന്നിട്ട് പറഞ്ഞേ? ഫോറസ്റ്റുകാർ വന്നിട്ട് നമ്മുടെ ആൾക്കാരും ഇവിടുത്തെ മെമ്പറും മറ്റേ ബ്ലോക്ക് പ്രസിഡന്റ് മെമ്പറും ഇവിടുത്തെ ജനങ്ങളും കൂടി ഒരു ചർച്ച സംഗതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞേ? അവരൊരു പറഞ്ഞു വെച്ചിട്ടുണ്ട്. എത്ര തരുമെന്ന് നമ്മൾ പറഞ്ഞില്ല. അവർ പറഞ്ഞു നമ്മൾ ആൾക്കാരെ മുമ്പിൽ പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുണ്ട്. നഷ്ടപരിഹാരം തരാമെന്ന്. നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും കൂട് വെക്കുന്ന കാര്യം അങ്ങനെയല്ല? കൂട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് കൂട് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നിന് അവർ തന്നെ നമ്മളെ കുഴിച്ചിട്ട് എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പോത്തിനല്ലേ? 2 പോത്തെന്ന് പറയുമ്പോൾ ഏകദേശം നല്ലൊരു സംഖ്യ നഷ്ടപരിഹാരം. ഒരു 3 ലക്ഷം രൂപ മുതൽ എനിക്കുണ്ട്. പോയി ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വാങ്ങിയ സാധനമാണ്. 3 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് 3 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ സാധനമാണിത്. ഏകദേശം കൊടുക്കാറായതായിരുന്നോ? കൊടുക്കാനായി വന്നാ അല്ലേ? 3 ലക്ഷം രൂപ കിട്ടുമോ നഷ്ടപരിഹാരം? 3 ലക്ഷം രൂപ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 3 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വന്തം പൈസയാണ്. ഞാൻ ലോൺ എടുത്തിട്ട് വാങ്ങിയ സാധനമാണ്. അപ്പോൾ ഞാനത് അടയ്ക്കണം. കിട്ടിയാലും ഞാൻ ആ പൈസ അടയ്ക്കേണ്ട പൈസയാണ്. എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഇതിന് മുന്നേ ചേട്ടൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അടുത്ത ഫോറസ്റ്റ് ഉണ്ടോ? അടുത്ത് നമുക്ക് തൊട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാടായി. പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മുടെ പഴൂരാണ്. അവിടെ നിന്നൊക്കെ വന്ന് ചുറ്റുംപുറം കാടാണ്. ഇവിടെ പ്രശ്നങ്ങളാണ്. ഇവിടെ ഒരു ജനങ്ങൾക്ക് ഭയങ്കര ഭീഷണിയാണ്. ജീവിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. എന്തെങ്കിലും സർക്കാരായാലും എല്ലാം കൂടി ഇടപെട്ട് ഇതിനുള്ള ഇതെടുക്കണം. നല്ലപോലെ. കഴിഞ്ഞ വർഷം മുഴുവൻ പുലിയായിരുന്നല്ലോ. കഴിഞ്ഞ വർഷം മൊത്തം പുലിയാ. ഇത് ചേട്ടൻ തന്നെയാണ് ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നത്? ഞാൻ തന്നെ അന്വേഷിച്ച് വന്നത്. ഞാൻ രാവിലെ കെട്ടിയിട്ട് 7 മണിക്ക് കെട്ടിയിട്ട് ഞാൻ പള്ളിയിൽ പോയി 11:45 വന്ന് നോക്കി. ഇപ്പോൾ പോത്ത് 2 ചേർത്ത് എടുക്കുക. അപ്പോൾ ഈ ഭക്ഷിച്ച നില തന്നെയായിരുന്നു? അതെ അല്ലേ? ചേട്ടൻ വന്നപ്പോൾ ഇവിടെ ഈ ഭാഗത്തുണ്ടായിരുന്നോ? അത് ഞാൻ കണ്ടില്ല. ഞാൻ കുറേ തിരഞ്ഞു നോക്കി, ഒന്നും കാണുന്നില്ല. സൗണ്ട് കേട്ടപ്പോഴേ പോയിട്ടുണ്ടാവില്ലേ?
ഇങ്ങോട്ടാ കൊണ്ടുപോയെന്നുള്ളത് ചേട്ടൻ എങ്ങനെയാണ് മനസ്സിലായത്? ഇങ്ങോട്ട് കൊണ്ട് ഞാൻ ഇവിടെ കെട്ടിയത്. അപ്പോൾ താഴേക്ക് മറ്റേ വലിച്ചു കൊണ്ടുപോയി ഓരെണ്ണം ഇവിടെ ഉണ്ട്. അപ്പോൾ പുലി അങ്ങോട്ട് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതെ അതെ, രണ്ടെണ്ണത്തിനെ പിടിച്ചോ? അതെ, രണ്ടെണ്ണം പിടിച്ചു. പിന്നെ ഇപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വല്ലോ? എങ്ങനെ കടുവയോ? കടുവ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഒന്നോ രണ്ടോ ഉണ്ടോ, പെരുകി വരും. ഇതിന് നടപടി ഒന്നും എടുക്കുന്നില്ല, തീരുമാനമാകുന്നില്ല. ഇനി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇവർ നിരീക്ഷണം നടത്താമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചീരാലും മറ്റേ നമ്മൾ രാവിലെ കടുവ പിടിച്ചു എന്ന് പറയുമ്പോൾ പഴുവൂർ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ബുദ്ധിമുട്ടാണ്, വണ്ടിയില്ല. ഞങ്ങൾ മേപ്പാടി റേഞ്ചിൽ പെട്ടതാണ്, അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ മേപ്പാടി എത്തി, വട്ടത്തുവയിലെത്തി, നമ്മുടെ അമ്പലയിലെത്തി എന്ന് പറയുന്നുണ്ട്, വരുന്നില്ല. സംഭവം നടന്നിട്ട് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഇതിൻ്റെ ആൾക്കാർ വരുന്നത് ഇവിടെ എത്തുന്നല്ലേ? ആ, ഒരു കൃഷിയും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി. കൃഷിക്കാരും ഒന്നും കൃഷി ചെയ്യാനോ പണിക്കാനോ ഒന്നും പറ്റില്ല, ഇവിടെ ബുദ്ധിമുട്ടാണ്. നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം കേട്ടോ, ഈ പോത്തും കടുവയുമായിട്ട് നടത്തിയ മൽപ്പിടുത്തത്തിൻ്റെ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ വേറെ എന്തോ സംഭവം നടന്നതാണ്, ആളുകൾ നിന്നാന്ന് വിചാരിച്ചാൽ അന്നല്ല. പോത്തും കടുവയും കൂടെ മൽപ്പിടുത്തം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഈ പ്രദേശം മൊത്തം മൽപ്പിടുത്തം നടന്നിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെയൊക്കെ, ഇതുണ്ടോ പോത്തിനെ കിട്ടിയ കയറൊക്കെ നമുക്ക് ഇവിടെ കാണാം. കയറൊക്കെ പൊട്ടിച്ചിട്ടാണ് ഇവിടെ കിടന്ന് കറങ്ങി കളിച്ചിട്ടുണ്ട്. അവിടെ ചോര കറയൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ കാൽപ്പാടും കിട്ടാണ്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ, ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. ഇപ്പോൾ പാവം കർഷകർ എങ്ങനെയാണ് ഓരോ മുതലുണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാവട്ടെ. എത്ര കഷ്ടപ്പെട്ടാണ് പോത്തിനെ വളർത്തി ജീവിക്കുന്ന ആളുകളുടെ ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. ഒരു കൃഷിയും ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇവരെല്ലാം ഒരേപോലെ പറയുന്നത്. ഏതായാലും മൽപ്പിടുത്തം നടന്നൊരു പ്രദേശമാണ്, അവിടെ ഒരു പുല്ല് പോലും കാണുന്നില്ല കേട്ടോ, അതുപോലെയായി. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ ഒരു സാധാരണ, ഞാനിവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത് അല്ലേ? ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായാലും ഇത് ഇപ്പോൾ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുപ്പിച്ച് 1-2 കേസ് കെട്ടായിട്ട് നിൽക്കുന്നത്. പകൽ പോലും ഇവിടെ പറമ്പിൽ പണിയെടുക്കാനോ മറ്റുള്ള കാര്യത്തിന് പറ്റാണ്ടായി. അതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വെച്ചാൽ ഇത് നല്ലൊരു രീതിയിലൊരു തീർപ്പ് ഏൽപ്പിക്കാൻ ഇതുവരെയ്ക്കൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതാണ് വലിയൊരു ബുദ്ധിമുട്ടിലാക്കിയാണ് പോകുന്നത്. അതിപ്പോൾ അവരോട് ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടമാച്ചാലുണ്ടല്ലേ? 3 ലക്ഷം രൂപ എന്തായാലും നഷ്ടമുണ്ട്. രണ്ട് പോത്തിനെ പിടിച്ച് അത് പറമ്പിൽ നേരം വെളുത്ത് കെട്ടിയിട്ടാണ് സാധനം. അപ്പോൾ അത് പറമ്പിൽ പണിയെടുക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടായി തീരുന്ന ഒരു സാഹചര്യങ്ങളാണ്. ജനങ്ങൾക്ക് ഒരു പണിയെടുക്കാനും പോലും പറ്റാത്തൊരു സാഹചര്യം. ചേട്ടനാണേലും ആ പറമ്പിൽ ചെല്ലുമ്പോൾ ഈ സംഭവം അവിടെ ഉണ്ടല്ലേ? അവിടെ ഉണ്ട്. പുള്ളിയാണ് ഈ കൂലിപ്പണിക്കാരനാണ്, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നത്. അതൊരു ജീവിത മാർഗത്തിന് വേണ്ടി ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ അതിങ്ങനെ വല്ല നഷ്ടങ്ങൾ ഇപ്പോൾ 2 വർഷങ്ങളിൽ അടുപ്പിച്ച് നഷ്ടങ്ങൾ വന്നു. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇതൊരു ക്ഷീരമേഖലയും കൂടെ അല്ലേ? അതെ, കൃഷി മേഖലയാണ്. അല്ല, പശുക്കളിൽ പശു ഒരുപാട് നിൽക്കുന്നുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് പ്രശ്നം, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്നാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. എല്ലാ ജനങ്ങൾക്കുള്ളൊരു ബുദ്ധിമുട്ടും ജനങ്ങൾക്ക് പറമ്പ് പണിയെടുക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. തികഞ്ഞ ജനവാസ മേഖലയും കൂടെ അല്ലേ? അതെ. നമ്മളേതായാലും നെന്മേനി പഞ്ചായത്തിൽപ്പെട്ട ചീരാൽ കല്ലിങ്ങര വെള്ളച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. റെജി എന്ന് പറയുന്ന ചേട്ടനെ നമ്മൾ കൃത്യം ഒരു വർഷം ആകുന്നേ ഉള്ളൂ. നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ഈ പ്രദേശത്ത് വന്നിരുന്ന ആ ചേട്ടൻ്റെ കിടാവിനെ പുലി പിടിച്ച കാഴ്ചയും അതുപോലെ തന്നെ അന്ന് പുലിക്ക് വേണ്ടിയിട്ട് കൂട് വെക്കുന്നു, പിന്നീട് പുലി കൂട്ടി കയറുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അന്ന് കണ്ടിരുന്നു. അന്ന് നമ്മളിതേ കാഴ്ചകളൊക്കെ കണ്ടതാണ്. ഇന്നിപ്പോൾ അതേ 2 വലിയ പോത്തുകൾ, അതായത് 2 വയസ്സ് പ്രായമുള്ള 2 പോത്തുകളെയാണ് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത്. ചേട്ടൻ ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടം, അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഈ പറമ്പിൽ കണ്ടു പോത്തുമായിട്ട് കടുവ മൽപ്പിടുത്തം നടത്തിയതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഏതായാലും 2 പോത്തുകളെയാണ് ആ ഒരു കർഷകന് നഷ്ടപ്പെട്ടത് കേട്ടോ. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് കർഷകരുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇങ്ങനെ ദിവസവും
ഈ വന്യമൃഗ പ്രശ്നം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക, അല്ലാതെ ഇതിനൊരു പരിഹാരവും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോഴും അത്ര സേഫ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് നിർത്തുകയാണ്. ഇനിയിപ്പോൾ വൈകിട്ട് കൂട് വെക്കാനുള്ള പരിപാടി ഉണ്ടെന്ന് അറിയുന്നു, ഡ്രോൺ സർവൈലൻസ് ഉണ്ടെന്ന് അറിയുന്നു. ഏതായാലും എന്ത് ഉണ്ടായിട്ടും കാര്യമില്ല. ഇതിങ്ങനെ നാട്ടിലിറങ്ങി സകല നാട്ടിലും, ഒരു നാടെന്നല്ല സകല സ്ഥലത്തും ഇപ്പോൾ ഇതിങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞു. ഒരു സ്ഥലത്തു നിന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ആളുകൾ ഇതേ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കും കേട്ടോ. എന്താവും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്നൊന്നും നമുക്കറിയത്തില്ല. ഇനി മുന്നോട്ട് പോകുന്നതോറും കർഷകർക്കും കൃഷി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് വരാനായിട്ട് പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഓൾറെഡി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.